ഹായ്, ദിബുളി ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാലക്കാട് അഗ്രഹാരം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുളകൂട്ടലാണ് കേട്ടോ. മുളകൂഷിയല്ല, മുളകൂട്ടല്. ആ മുളകൂട്ടലും മുളകൂഷിയും രണ്ടാണ്. മുളകൂഷിയൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണ്. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് മുളകൂഷി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് അവരുടെ അഗ്രഹാരം പട്ടന്മാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുളകൂട്ടലാണ്. അപ്പൊ അതിന്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഇതിലേക്ക് ഒരു വറവ് നമ്മൾ ഉണ്ടാക്കണം. അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്നുപരിപ്പും ഒരു 5-6 ചുവന്ന മുളക് കേട്ടോ. അതിൽ ഞാൻ കശ്മീരി മുളക് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് നന്നായിട്ട് ചുമക്കെ വറുത്തെടുക്കണം നമുക്ക്. ഇതിവിടെ ആയിണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഉഴുന്നുപരിപ്പൊക്കെ അങ്ങനെ മൂക്കുമ്പോഴുള്ള നല്ലൊരു മണല്ലേ, നല്ല മണം കേട്ടോ. അപ്പം നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് കുക്കർ വെച്ചു കൊടുക്കാം അടുപ്പത്ത്. ഇപ്പൊ കുക്കറിലേക്ക് ഞാൻ ഇവിടെ വെജിറ്റബിൾ എടുത്തേക്കണത്. ഇത് ഏത് വെജിറ്റബിൾ വെച്ചും ചെയ്യാം. ചീര വെച്ചിട്ടാണ് കൂടുതൽ ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇന്നിപ്പോ ഞാൻ കുമ്പളങ്ങയും മത്തങ്ങയും വെച്ചിട്ട് അപ്പൊ മിക്സ് ആയിട്ടും ചെയ്യാം കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ ഒറ്റയ്ക്കും ചെയ്യാം. ചീര വെച്ചിട്ട് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ ഈ സാമ്പാർ പരിപ്പിന് പകരം നമ്മൾ ചെറുപയറിന്റെ പരിപ്പ് വറുത്തിട്ട് ചേർക്കും ചിലര്. അപ്പൊ ഇതിപ്പോ ഞാൻ സാമ്പാർ പരിപ്പാണ് ചെയ്യുന്നത്. സാമ്പാർ പരിപ്പ് 1.5 പിടി സാമ്പാർ പരിപ്പ് ഇതേ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിന് ഒരു 1.5 പിടി കേട്ടോ. ഒരുപാട് വേണ്ട. നമ്മളിതിൽ തേങ്ങയൊക്കെ അരയ്ക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കഷ്ണം ഇടണം. ഞാൻ പരിപ്പ് കഴുകി വെച്ചിട്ട് കുറച്ച് നേരമായിട്ട് അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1-2 വിസിൽ മതി കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വെക്കാം കേട്ടോ. അപ്പം നമ്മളിത് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 പിടി തേങ്ങ കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ്, ചെറിയ ടീസ്പൂണിൽ ഒരു 1/2 ടീസ്പൂണ് ജീരകം, പിന്നെ നമ്മളിത് വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പും മുളകും കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ വിസിലൊക്കെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മുടെ അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ആക്കാം കേട്ടോ. ഇപ്പം ഇത്തിരി പുളിയൊക്കെ വേണമെങ്കിൽ ഇതിലൊരു തക്കാളിയോ 2 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി നിർബന്ധമുള്ളവർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നല്ലത്. ചിലർക്ക് ഇത്തിരി പുളി വേണം എന്നൊക്കെ ഉണ്ടാവും കൂട്ടാനിൽ. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ 1-2 തക്കാളി ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉഴുന്നുപരിപ്പും മുളകും കൂടി വറുത്ത് അരയ്ക്കുന്നതാണ് കേട്ടോ. അത് നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ. അവരുടെ കറിയിലെ ഈ മുളക് കൂട്ടലിൻ്റെ ഒരു ഹൈലൈറ്റ് അതാണ്. ഒരു മണവും ടേസ്റ്റൊക്കെ അതുകൊണ്ടാണ് ഇതിന് കിട്ടുന്നത്. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെച്ചിട്ട് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഒരു സ്പൂൺ കടുക്, ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉഴുന്ന്, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് കേട്ടോ നമ്മൾ വറുത്തിടുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാൽ മതി. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് കേട്ടോ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് പൊട്ടട്ടെ കേട്ടോ. എന്നിട്ട് ഉഴുന്നുപരിപ്പ് മുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് തീ കുറച്ച് കൊടുക്കാം കേട്ടോ. ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഉഴുന്നുപരിപ്പിന് ഒന്ന് മൂത്ത മണം വരണം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അഗ്രഹാരം സ്പെഷ്യൽ മുളകൂട്ടൽ റെഡി ആയിട്ടുണ്ട്. അപ്പം അവര് ബ്രാഹ്മിൺസ്, അഗ്രഹാരത്തിലുള്ള ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞാൽ അവര് ഒരുപാട് പുളിയുള്ള കറികൾ, ഇപ്പൊ സാമ്പാർ പോലെയുള്ള കറികൾ, മോരുകൂട്ട അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. വല്ലാണ്ട് നമ്മുടെ പോലെ അങ്ങനെ കുറെ പുളിയുള്ള കറികൾ അവർക്ക്
എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ അവർ മോര് മസ്റ്റായിട്ട് കഴിക്കും. പിന്നെ കടുമാങ്ങ ഉണ്ടാവും, അച്ചാർ. അപ്പൊ പുളിയുള്ള കറികൾ കൂടുതൽ അതാണ് കഴിക്കുക അവര്. പിന്നെ ഒരുപാട് എരിവ് കറികളിൽ ഒരുപാട് എരിവൊന്നും ഇടില്ല. അങ്ങനെയാണ് എനിക്ക് അറിവ് കേട്ടോ, എൻ്റെ അറിവാണ് ഞാൻ പറയണത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.